ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു വെറൈറ്റി മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 1 കിലോ മട്ടൻ വാങ്ങിയിട്ടുണ്ട്. മട്ടൻ വാങ്ങുമ്പോൾ നല്ല എല്ലുള്ള മട്ടൻ തന്നെ തിരഞ്ഞെടുത്ത് വാങ്ങണം. മട്ടനിൽ ഇത്തിരി എല്ലൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു കറീൻ്റെ ആ ഒരു സുഖം കിട്ടുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോയാലോ. അപ്പോൾ നമ്മളെ മട്ടൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലിട്ടു. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. മട്ടൻ വെന്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരാണ്ടാവും. ഒരു 3 പീസിൽ അടിച്ച ശേഷം നമ്മൾ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് 4-5 ഏലക്ക ഇത്തിരി ഗ്രാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഒന്ന് ഇളക്കി വാടി വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി വെച്ച സവാളയിലേക്ക് 1/2 സ്പൂൺ ചില്ലി പൗഡറും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1/4 സ്പൂൺ ഗരം മസാലയും ചേർത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ച സ്മെല്ല് മാറുന്നത് വരെ എല്ലാം കൂടി നന്നായി ഇളക്കി വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ മാറ്റി വെച്ച നമ്മുടെ മട്ടൻ ആവിയൊക്കെ പോയി ഉഷാറായിട്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ മട്ടൻ എടുത്തിട്ട് മസാലയിലോട്ട് ആഡ് ചെയ്യാം. ഇതിലോട്ട് തക്കാളി ഒന്നും ആഡ് ചെയ്ത് കണ്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. പേടിക്കേണ്ട, സമയമാവുന്നേ ഉള്ളൂ. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. 1 അല്ലി കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഈ സമയം വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോസിന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് 8 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 8 മിനിറ്റിന് ശേഷം നോക്കിയപ്പോൾ നമ്മളെ കറി നല്ല വെള്ളം കാര്യങ്ങളെല്ലാം പാകത്തിന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിക്ക് വേണ്ട താളിപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിയിൽ നമ്മൾ പച്ചമുളക് ആഡ് ആക്കാത്തത് കൊണ്ട് നമ്മൾ ഇത്തിരി പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കറിയിലോട്ട് നമുക്ക് പച്ചമുളകിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഗായ്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. ആഹാ മക്കളെ, എന്താ സ്മെല്ല്! നമ്മളെ കറിയിലോട്ട് ആ താളിപ്പും കൂടി വന്നപ്പോൾ മക്കളെ അടിപൊളിയാണ്. നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇത്തിരി കുരുമുളക് പൊടി ആഡ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ കറി റെഡിയാണ് മക്കളെ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയാണുള്ളത്. നമ്മളെ ഫ്രണ്ടും അവൻ്റെ അനിയനും കൂടെ പൊറോട്ട എല്ലാം വാങ്ങി വന്നിട്ടുണ്ട്. അവരത് അവിടെ ഇരുന്ന് കഴിക്കട്ടെ. വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.